നിങ്ങളുടെ വാഹനത്തിലെ ഹെഡ്ലൈറ്റ് ലെവലിംഗ് കൺട്രോൾ അറിയേണ്ടതെല്ലാം വാഹനമോടിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഹെഡ്ലൈറ്റുകൾക്ക് വലിയ പങ്കുണ്ട്. രാത്രികാല ഡ്രൈവിംഗിൽ മുന്നിലുള്ള കാഴ്ച വ്യക്തമാക്കുന്നതിനൊപ്പം എതിരെ വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ പ്രകാശം ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതിനായി മിക്ക വാഹനങ്ങളിലും ഡാഷ്ബോർഡിൽ ഒരു ഹെഡ്ലൈറ്റ് ലെവലിംഗ് കൺട്രോൾ സ്വിച്ച് നൽകാറുണ്ട്. 0, 1, 2, 3 എന്നിങ്ങനെ അടയാളപ്പെടുത്തിയ ഈ നമ്പറുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും നോക്കാം. എന്താണ് ഹെഡ്ലൈറ്റ് ലെവലിംഗ് കൺട്രോൾ? വാഹനത്തിലെ ഭാരത്തിനനുസരിച്ച് ഹെഡ്ലൈറ്റുകളുടെ ഉയരം ക്രമീകരിക്കാനാണ് ഈ കൺട്രോൾ ഉപയോഗിക്കുന്നത്. വാഹനം കൂടുതൽ ഭാരമുള്ളതായിരിക്കുമ്പോൾ പിൻഭാഗം താഴുകയും ഹെഡ്ലൈറ്റുകൾ മുകളിലേക്ക് ഉയർന്ന് എതിരെ വരുന്ന ഡ്രൈവർമാരുടെ കണ്ണിൽ വെളിച്ചം തട്ടാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. ഇത് ഒഴിവാക്കാനാണ് ഹെഡ്ലൈറ്റ് ലെവലിംഗ് കൺട്രോൾ സഹായിക്കുന്നത്. ഓരോ നമ്പറും എന്തിനെ സൂചിപ്പിക്കുന്നു? 0 സാധാരണ നില. നിങ്ങൾ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മുൻസീറ്റിൽ ഒരാളും കുറഞ്ഞ ലഗേജും മാത്രമുള്ളപ്പോൾ ഈ ക്രമീകരണം ഉപയോഗിക്കുക. ഇതാണ് ഹെഡ്ലൈറ്റുകളുടെ സാധാരണ നില. 1 മിതമായ ഭാരം. നിങ്ങളും ഒരു യാത്രക്കാരനും മാത്രമുള്ളപ്പോൾ അല്ലെങ്കിൽ ഡ്രൈവറും മുന്നിലും പിന്നിലുമായി 1-2 യാത്രക്കാരും കുറഞ്ഞ ലഗേജും ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കാം. 2 കൂടുതൽ യാത്രക്കാർ അല്ലെങ്കിൽ ലഗേജ്. കാറിൽ ഡ്രൈവറും എല്ലാ സീറ്റുകളിലും യാത്രക്കാരും ഉണ്ടായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈവറും മുൻസീറ്റിലെ യാത്രക്കാരനും പുറകിൽ കുറഞ്ഞ ലഗേജും ഉള്ളപ്പോൾ ഈ ക്രമീകരണം തിരഞ്ഞെടുക്കുക. 3 പരമാവധി ഭാരം. ഫുൾ ലോഡ്. കാറിൽ പരമാവധി യാത്രക്കാരും ധാരാളം ലഗേജുകളും ഫുൾ ലോഡ് ഉള്ളപ്പോൾ ഇത് ഉപയോഗിക്കുക. വാഹനം പൂർണ്ണമായി ഭാരം കയറ്റിയിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റുകൾ താഴേക്ക് ഇറക്കാനാണ് ഈ ക്രമീകരണം പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇത് മുന്നിൽ വരുന്ന വാഹനങ്ങൾക്ക് അമിത വെളിച്ചം തട്ടി ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തടയും. ആധുനിക സാങ്കേതികവിദ്യ. പുതിയ മോഡൽ വാഹനങ്ങളിൽ ഹെഡ്ലൈറ്റുകൾ ഓട്ടോമാറ്റിക്കായി ക്രമീകരിക്കുന്ന സാങ്കേതികവിദ്യ ലഭ്യമാണ്. അഡാപ്റ്റീവ് ഹെഡ്ലൈറ്റുകൾ. ദൗഡനത ജോമസയാത് അല്ലെങ്കിൽ അഡാപ്റ്റീവ് ഫ്രണ്ടില്.